ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ മൂന്നാറിൽ ഇരവികുളം നാഷണൽ പാർക്കിലോട്ട് എത്തിയിട്ടാ. അപ്പോൾ അവിടെ നിന്ന് നമുക്ക് വണ്ടിയൊക്കെ കൊണ്ട് പാർക്ക് ചെയ്യണം, എന്നിട്ട് നമുക്ക് ഉള്ളിലുള്ള കാഴ്ചകൾ കാണാം കേട്ടോ. അപ്പോൾ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചു. ഇനി നമ്മൾ വണ്ടി പാർക്ക് ചെയ്യണം. വണ്ടി പാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുന്ന് നമുക്ക് ബസ്സിൽ പോകണം കേട്ടോ. അപ്പോൾ അതേ ആദ്യം തന്നെ ഒരു കഫേ ഉണ്ട് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. അപ്പോൾ നമ്മൾ തിരിച്ചു വരുമ്പോൾ നമുക്ക് ചായയൊക്കെ കുടിക്കാം. ഇപ്പം ഞങ്ങൾ ടിക്കറ്റ് എടുത്ത് കഴിഞ്ഞിട്ട് ഇതിൽ എൻ്റർ ചെയ്ത് അപ്പുറത്തേക്ക് പോകുമ്പോഴത്തേക്കും നമുക്ക് അവിടെ ബസ് വന്ന് കിടക്കുന്നുണ്ടാവും. അങ്ങനെ ട്രാവൽസേ അതിനാണ് നമ്മൾ ഈ മുകളിലേക്ക് പോകുന്നത് കേട്ടോ. കുറച്ച് ഭാഗം മുകളിലേക്ക് ഇങ്ങനെ പോകാം നമുക്ക്. അപ്പം നമുക്ക് ഓക്കെ ബസ്സിലൊക്കെ കയറിയിരിക്കാം. അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ഇരുന്നിട്ടാ. ഇനി ഇത് ഫുള്ളാകുമ്പോഴത്തേക്കും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ അതേ കുറേ ബസ്സുകൾ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബസ്സുകളായിട്ട് സ്റ്റാർട്ട് ചെയ്യും. അപ്പം ഇതിൽ കയറി ഇരുന്ന് കഴിഞ്ഞിട്ട് പിന്നെ മുകളിലേക്കുള്ള യാത്ര അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് മലകളും പിന്നെ അതുപോലെ തന്നെ ഭയങ്കര കോടയാണ് കേട്ടോ. പിന്നെ കുറേ കുഞ്ഞു വെള്ളച്ചാട്ടങ്ങളൊക്കെ കാണാം. ഫുള്ള് പുറത്തേക്ക് നോക്കാൻ പറ്റില്ല, നല്ല കോടയാണ്, നല്ല അടിപൊളി തണുപ്പുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ബസ് യാത്ര അടിപൊളിയായിരുന്നു കേട്ടോ. സൂപ്പർ ഒരു പ്രത്യേക എക്സ്പീരിയൻസ് ആണ്. അപ്പം ഞങ്ങൾ മുകളിലെത്തി, ബസ്സിൽ നിന്നൊക്കെ ഇറങ്ങി. അപ്പോൾ ഇതാണ് ഇരവികുളം നാഷണൽ പാർക്കിൻ്റെ എൻട്രി. ഒരുപാട് അവിടെ നമ്മൾ വെയിറ്റ് ചെയ്തിട്ട് സെക്യൂരിറ്റി ഗാർഡ് തന്നെ ഉണ്ട് ഒരാൾ. നീ അതൊന്നും ചെയ്യുന്നില്ല. ഇരവികുളം നാഷണൽ പാർക്ക് ഈ വരയാടുകൾ അപൂർവമാണ് കേട്ടോ, അപൂർവമാണ്. പാറപ്പുറത്തെല്ലാം കുത്തനെ 90 ഡിഗ്രിയിൽ സഞ്ചരിക്കാൻ പറ്റാവുന്ന ഒരേ ഒരു ഇതാണത്. ഞാനിതിൻ്റെ എല്ലാം വീഡിയോ ഞങ്ങൾ കണ്ടിട്ടുണ്ട്, നല്ലതെ വരയാടനെ കാണുന്നത് കേട്ടോ. ഇരവികുളം നാഷണൽ പാർക്ക് എന്നാണെങ്കിലും ഇതിൻ്റെ പേര് രാജമല എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. ഇടുക്കിയിലെ രാജമല. മഞ്ഞ് ലോകം എന്നുള്ള പാട്ടിന് പറ്റി. പിന്നെ പൊക്കം നടന്ന് കയറണം. നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് നടന്ന് കയറാനുണ്ട് കേട്ടോ. ശരിക്കും നമ്മൾ ടോപ്പിലെത്തുമ്പോഴാണ് കോട ശരിക്കും നമുക്കറിയാൻ പറ്റുന്നത്, നല്ല തണുപ്പ് ഫീൽ ചെയ്യണത്. പക്ഷേ ഇവിടെ റെയിൻ സീസണിൽ വരുമ്പോൾ, തണുപ്പ് സീസണിൽ വരുമ്പോൾ എങ്ങനെയാലും ജെർക്കിന് വാങ്ങിയിട്ട് എല്ലാവരും സ്വെറ്റർ വാങ്ങിയിട്ടേ വരാൻ പാടുള്ളൂ. കാരണം തണുപ്പ് തീരെ പറ്റാത്തവർക്ക് ഇതിങ്ങനെ നടന്നു തരാൻ പറ്റില്ല. പിന്നെ ഈ പാർക്കിൽ വരുമ്പോൾ വരയാടിനെല്ലാം ദൂരേന്ന് കാണാന്നുള്ള ഒരു പ്രതീക്ഷയെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മള് കയറുമ്പോൾ തന്നെ വരയാട് നമ്മളെ പിന്നാലെ വരികയാണ്, നമ്മളെ ഫോളോ ചെയ്ത് വരും. പക്ഷെ നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല അല്ലേ? ടച്ച് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമേ ഉള്ളൂ. നല്ല ക്ലീനാണ്, നീറ്റ് ആൻഡ് ക്ലീൻ സ്ഥലം. ഒരുപാട് കാണാം. ഇതൊരു കിലോമീറ്ററോളം നടന്ന് കാണാം. പക്ഷെ നടന്നാലും നമുക്ക് കാണാനുള്ളതുണ്ട് അല്ലേ? ഇതൊക്കെ നമ്മൾ ലൈഫിൽ ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ ശരിക്കും നമുക്ക് ഒരുപാട്. പിന്നെ വേറെ ഒന്നും നമ്മൾ ഏത് കാട്ടിലാണ് ഈ വരയാട് ഇരവികുളം നാഷണൽ പാർക്കിലേ ഉള്ളൂ. അതന്നെ, വേറെ എവിടെ ഇല്ല ഈ വരയാട്. കാരണം അത്രയും റെയർ ജീവിയാണ്. ലോകത്തന്നെ വരയാടിൻ്റെ നമ്പേഴ്സ് വളരെ കുറച്ചേ ഉള്ളൂ. ഏത് പാറ ഈ 90 ഡിഗ്രിയിൽ കുത്തനെ കയറി പോകുന്നതാണ് വരയാടിൻ്റെ പ്രത്യേകത. അപ്പം ഇതിൻ്റെ ടോപ്പിലോട്ട് മുകളിലോട്ട് കയറുന്തോറും നല്ല കാറ്റും നല്ല തണുപ്പുമാണ് കേട്ടോ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് കേട്ടോ, നല്ല അടിപൊളി വൈബാണ് കേട്ടോ. നടക്കാൻ പറ്റുന്നില്ല ഗയ്സ്. ഇന്നലെ വരെ തണുക്കാത്ത രമ്യ, രാവിലെ വരെ തണുക്കാത്ത രമ്യ ഇന്ന് തണുത്ത് കുറച്ച്. ഒരാളുണ്ട്, വരയാടൻ കുട്ടിയാണ് കേട്ടോ. ഇവിടെ വരയാടൻ കുട്ടിയാണ്. അപ്പം ഞങ്ങൾ വരയാടിൻ്റെ ഒപ്പം പോസ് ചെയ്ത് സെൽഫി എടുത്തിട്ട് ആൾ നല്ലോണം പോസ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പേടിച്ചിട്ടാണോ എന്നറിയില്ല, സ്റ്റക്കായിട്ട് നിൽക്കുന്നുണ്ട്. ഈ വെള്ളമാണ് നമ്മൾ കണ്ടേട്ടാ, ഈ വെള്ളത്തിൻ്റെ ഇറക്കം. പോയിട്ട് ഇറങ്ങാം. ഇവർക്ക് വലിയ പേടിയും പ്രശ്നമൊന്നുമില്ല കേട്ടോ.
നല്ല കൂളായിട്ട് നിൽക്കണം. ടൂറിസ്റ്റുകൾ വന്ന് കണ്ടു നമ്മൾ കൂളായിട്ട് നിൽക്കണം. ശീലമായതുകൊണ്ടായിരിക്കാം ഒരു പ്രത്യേകിച്ച് റിയാക്ഷൻ ഒന്നുമില്ല. ഈ മരത്തിന്റെ സൈഡിലുള്ള സാധനമാണ് ഇത് കഴിക്കുന്നത്. പോസ് ചെയ്യുന്നുണ്ട്. ഫാമിലി, അച്ഛനും അമ്മയും മക്കളും എല്ലാവരും ഉണ്ട്, കുടുംബക്കാരെല്ലാം ഉണ്ട്. അടിപൊളി. കഴിക്കുന്ന ഇലയാണെന്ന് തോന്നുന്നു കേട്ടോ. എന്താ ഇലൻ്റെ പേരറിയില്ല. ഈ ഇലകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ. ഇതിവിടെ ഇഷ്ടം പോലെ ഉണ്ട്. വളർത്തിയത് എന്താണെന്നറിയില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഏറ്റവും മുകളിലെത്തിയിട്ട. ഏറ്റവും മുകളിലെന്ന് പറയുമ്പോൾ ഇവിടം വരെയാണ് എൻട്രൻസ് ഉള്ളത്. ഒരുപാട് മുകളിലോട്ട് കയറാറുണ്ട് കേട്ടോ. അപ്പം മുകളിലോട്ട് കയറുന്നതോറും നല്ല കോട കൂടി കൂടി വരുന്നുണ്ട്. അപ്പോൾ അതേ ഒരു വരയാൾ നടന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇവിടം വരെയാൾ ഞങ്ങളുടെ നമുക്ക് എൻട്രൻസ് ഇല്ല. ഇനി നമുക്ക് തിരിച്ചിറങ്ങണം. നല്ല തണുപ്പാണ്, നല്ല പ്രത്യേക ഒരു വൈബാണ് കേട്ടോ ഇവിടെ വരുമ്പോഴത്തേക്കും. അപ്പോൾ എല്ലാവരും മൂന്നാർ വരുമ്പോൾ മിസ് ചെയ്യാതെ ഇവിടെ വരണേ. നമ്മൾ അവിടേക്കാളും പാല് കുറേ ഒഴിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ താഴെ എത്തിയതാ. ഒരു ചായയൊക്കെ കുടിച്ചിട്ട് ഇനി നേരെ റൂമിലോട്ട്.